call for you. Thank you. Hello. പുറപ്പെട്ടു കഴിഞ്ഞു. അവന്റെ വണ്ടി നമ്പർ KL01L 5364. Thanks. Hello. ഗുരുവായൂർക്കെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ? അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഗുരുവായൂർക്ക് പോവാം. ഓക്കെ, വാ വാ. വരുമോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇതുവരെ അവർക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത നിങ്ങളല്ലേ ഞാനാ. നിങ്ങളുടെ മകൻ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ കയ്യിലിരുന്ന കാശ് മുമ്പും പിമ്പും നോക്കാതെ ഗോകുലം വീടിന് വേണ്ടി അവൻ എണ്ണിക്കൊടുത്തു എന്നുള്ളൊരു തെറ്റ്. വക്കീലെ, ആ പേപ്പർ അങ്ങോട്ട് കൊടുക്ക.
ജോസേട്ടൻ പറഞ്ഞ ശരിയാ. ഗോകുലം വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ജോസേട്ടനിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ നിനക്കെന്താ അവകാശം? എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാ. ഗോകുലം വീട് ദാനം കൊടുത്ത പോലെ നിനക്ക് ഞാൻ തരില്ല. വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഈ ഒറ്റ മോനേ ഉള്ളൂ. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇവൻ കൊല്ലും. എഗ്രിമെന്റ് തെറ്റിച്ച ഇവനെ ഞാൻ കൊല്ലും. ഒരു ഇട്ടാവട്ടത്തിലുള്ള വീടിന് വേണ്ടി രണ്ടാളും മരിക്കണോ? വേണ്ടമ്മേ, ഒപ്പിടണ്ട. വെളച്ചിലെടുത്താലുണ്ടല്ലോ, ഇവന്മാർക്ക് പെമ്പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാ. പെണ്ണിന്റെ മേലെ ആള് തൊട്ടാ നഷ്ടം പെണ്ണിനാ. മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞോ? പറയില്ലല്ലേ? ഇനിയല്ലോ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോടികൾ വില വരുന്ന ഗോകുലം വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ ശരവണൻ തിരിച്ചെത്തും മുമ്പ് ആ ഗോകുലം വീട് നിലം പൊത്തിയിരിക്കണം. ഇപ്പൊ എന്റെ ഭാഗം ക്ലിയറാ. ഇനി ബാക്കി ഇടപാടുകൾ തീർത്ത് ജോസേട്ടന്റെ ഭാഗം കൂടി ക്ലിയർ ആക്കിയാ നിന്റെ ഇടപാട് നേരത്തെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ. എല്ലാം ഒന്ന് ക്ലിയർ ആയി കിട്ടാനാ ഇത്രയും കാത്തത്. കണാര അതിങ്ങിതാ. സ്ഥലത്തിന് പണം മുഴുവൻ വാങ്ങിയ ശേഷം അതിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ നിനക്കൊരു പാർട്ണർഷിപ്പും വേണം അല്ലേ? ഇവന്റെ ബുദ്ധി അപാരം തന്നെ. സ്വന്തം ലാഭത്തിന് വേണ്ടി പെറ്റ തള്ളയെ പോലും ഒറ്റുകൊടുത്ത നിനക്ക് ഞാനൊരു പാർട്ണർഷിപ്പ് തന്ന നാളെ ഒരു കാലത്ത് നീ എന്നെയും ചതിക്കേലെന്ന് ആര് കണ്ടു? ഇത് ചതിയാണ്. ചതി തന്നെയാടാ, ചതി. അതുകൊണ്ട് നമ്മൾ രണ്ട് ചതിയന്മാരിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്നാ മതി. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ചതിക്കാൻ നോക്കുന്നു. എന്റെ അപ്പന് നേരെ ചെക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല.